ഇത് ഒരു ഹെൽത്തി രസം വയ്ക്കുന്ന റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ടൊമാറ്റോ, കുടംപുളി, സാദാപ്പുളി, പിന്നെ ബ്രാഹ്മിൻസ് രസം പൗഡർ, പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഇഞ്ചിയും കൂടെ വേണമായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ഇത് കടുക് പൊട്ടിക്കുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി ഇടണം. ചെറിയ ഉള്ളി ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇടും. അപ്പോൾ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ഈ സമയത്ത് ഇടണം. കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കുന്നതാണ് നല്ലത്. സാധാരണ അങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില, അത് ചിലപ്പം 4-5 ഇതളുകളിടാം. അത് നല്ലതല്ലേ ശരീരത്തിന്. മരുന്ന് പോലെയുള്ള കഷായ രസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൊമാറ്റോ ഇട്ട് വഴറ്റുന്നു. ടൊമാറ്റോയും ശരീരത്തിന് നല്ലതല്ലേ. ടൊമാറ്റോ വഴന്ന് കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ വഴന്ന് വന്നപ്പോൾ ബ്രാഹ്മിൻസ് രസം പൗഡർ ചേർക്കുന്നു. അതൊരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കാണും. കാര്യം ഇത് അല്പം വലിയ രസമാണ്. ഒരു 4-5 കപ്പ് വരും. അപ്പോൾ ഇനി കുടംപുളി ചേർത്ത് കുടംപുളി കലക്കി ഒഴിച്ചിട്ട് പിന്നെ കുടംപുളിയുടെ അല്ലിയും കൂടി ഇട്ട്. കാര്യം അതിനാണ് ഇതിൽ പ്രാധാന്യം കൊടുത്തത്. കുടംപുളി പ്രഷർ കുറയ്ക്കുമെന്നോ കൊളസ്ട്രോൾ കുറയ്ക്കുമെന്നോ ഒരേ കണ്ട്. അപ്പോൾ അത് ചേർത്തു. അത് കഴിഞ്ഞിട്ട് സാദാപ്പുളി അല്പം ചേർത്തു, സാധാരണ രസത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നന്നായി തിളപ്പിച്ച് അടച്ച് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. നമ്മളത് കുറുകിയിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ളതാണ്. അല്പം കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കുറച്ചുകൂടി അടച്ച് വേവിച്ച് വയ്ക്കുമ്പോൾ രസമായി. ഇതാണ് കഷായ രസം. കുപ്പിയിൽ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറേ നാൾ കഴിക്കാം. ഞാനൊരു കുട്ടിയിലെ ഉമ്മ.